ഹലോ അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ മസാലയുടെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻറ്റ് എന്തെല്ലാം നോക്കാം. 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. 2 സബോള, 2 പച്ചമുളക്, ചെറിയൊരു തക്കാളി, മല്ലിയില, കറിവേപ്പില. ഇനി ചെമ്മീനിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തു. ഇനി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം പാൻ ചൂടാക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മസാല തേച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 4 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ചെമ്മീൻ്റെ വെള്ളം ഫുള്ളും അതിലോട്ട് ഇറങ്ങി വന്നു. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, കുറച്ച് ഫ്രൈ ആയാൽ മതി. ഇപ്പോൾ ഈ പാകത്തിന് ഫ്രൈ ആയാൽ മതി. ഇനി അത് കോരിയെടുക്കാം. ഇനി സെയിം പാത്രത്തിലോട്ട് തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലിലോട്ട് കട്ട് ചെയ്ത് വെച്ച സബോള ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം പച്ചമുളക് കൂടെ ചേർക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം. 4 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അതിനുശേഷം അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളിയോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇനി അതൊരു 3 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ സബോളയും തക്കാളിയും എല്ലാം നല്ലപോലെ വാടി വന്നു. ഇനി അതിലോട്ട് മസാല ചേരുവകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി വേണ്ടവർക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഞാൻ എരിവ് കുറച്ചതാണ്. ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം പോണ വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലോട്ട് കറിവേപ്പില, മല്ലിയില ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും മസാലയുമായി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ നല്ല സ്മെല്ലും വന്നു. ഇപ്പോൾ മസാലയും ഒക്കെ നല്ലപോലെ റെഡിയായി. ഇനി അതിലോട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ മസാല ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.